വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് ഷിദ്ദത്തു മഹബ്ബത്തിയും, അവിടെ അധിക സ്നേഹം, കടുത്ത സ്നേഹം. എന്ത് ഇസ്തിനാഇൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സ്നേഹം. ആരിലേക്ക്? ഇഖ്വാനി, സഹോദരന്മാരിലേക്ക്. അപ്പൊ തന്റെ സഹോദരന്മാർ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ നല്ല കാര്യം ചെയ്തു കൊടുക്കുക. അത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ കടുത്ത പ്രേമമാണ് ഇവർക്കുണ്ടായത്, ഇഷ്ടമാണ് ഇവർക്ക് അർത്ഥം. അതുപോലെ തന്നെ വഹബ്ബത്തിൽ ഇംബിസാത്തിയിലെയും, അവരിലേക്ക് അഥവാ സഹോദരന്മാരിലേക്ക് വിശാലമായി ചെയ്തു കൊടുക്കുന്ന സ്നേഹം, അതും അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇദ്ഖാലി സുറൂരി അലാ ബഅദിഹിം ബഅദൻ, ചിലവർക്ക് മേലിൽ എന്താക്കുക, സന്തോഷങ്ങൾ കടത്തി കൊടുക്കുക, മനസ്സ് റാഹത്താക്കി കൊടുക്കുക, സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ കടുത്ത പ്രേമമായിരുന്നു അവർക്ക്. തഖ്ദീമി ഇഖ്വാരിഹിം ബിദാലിക അലാ അൻഫുസിഹിം, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിലും സന്തോഷം കടത്തുന്ന വിഷയത്തിലും സ്വന്തം ശരീരത്തിനേക്കാളും അവർ തെരഞ്ഞെടുക്കുക അവർ സഹോദരന്മാരായിരുന്നു. ആ സഹോദരന്മാരെ മുന്തിക്കും. ആ മുന്തിക്കുന്ന കാര്യത്തിലും വലിയ താല്പര്യമുള്ളവരായിരുന്നു ഇവരൊക്കെ. ഈ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ സഹോദരന്മാര് അത് ഉടമയാക്കുന്നവരാണ് എന്നതിന്റെ മേലൊന്നും അവർ നിൽക്കാറില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. യഖൂലൂന, അവർ പറയും, ഇല്ലം യകുൻ അഖൂന അഹ്ലൽ മഅറൂഫി ഫനഹ്നു മിൻ അഹ്ലിഹി, എന്നാ പിന്നെ നല്ല കാര്യം ചെയ്യാൻ ഈ കൂട്ടുകാരൻ ആർക്കും പറ്റൂലെങ്കിലോ ഞങ്ങൾ അതിന് അവകാശികളാണ്, ഞങ്ങൾ അർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊന്നും കാത്തിരിക്കാതെ ഇവർ സഹായം ചെയ്തുകൊണ്ടേയിരിക്കും. കാന അലിയുൻ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാനായ അലിയാർ തങ്ങൾ പറയുന്നു, ഇസ്നഇൽ മഅറൂഫ വലു ഇലാ മൻ യക്ഫുറുഹു, നന്ദികേട് കാണിക്കുന്നവനാണെങ്കിൽ പോലും നല്ല കാര്യം ചെയ്തു കൊടുത്തളാം. ഫഇന്നഹു ഫിൽ മീസാനി അസ്ഖലു മിമ്മാ യശ്കുറുഹു, അവൻ ചെയ്തിരുന്ന നന്ദിയേക്കാൾ നല്ലതും ഭാരം നീ ചെയ്യുന്ന നന്മയാണ് തുലാസിലുണ്ടാവുക. അപ്പൊ ഇവിടെ നന്ദികേട് കാണിക്കുന്നവനും നന്ദി രേഖപ്പെടുത്തി നോക്കണ്ട, എല്ലാവർക്കും ഗുണം ചെയ്തു കൊടുത്ത എന്നാണ് മഹാനായ അലിയാത്തയുടെ വഴി. മുഹമ്മദ് ബിൻ അനഫിയ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, സാനിഉൽ മഅറൂഫി ലാ യഖഉ വലൗ വഖഅ ലാ യൻകസിറുന, നല്ല പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ സംഭവിക്കൂല, അഥവാ അപകടം വന്ന് വീണാൽ തന്നെ പൊട്ടിപ്പൊളിയില്ല. അത്രയും നല്ലൊരു ഉപകാരമായിരിക്കും, കാവലാണ് നല്ല കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. വളരെ തളർത്താൻ കഴിയൂലെന്നതിനർത്ഥം. വക്കാന ജാഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു യഖൂൽ, അങ്ങനെയാണ് മുഹമ്മദ് ഹനഫിയ തങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ ജാഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞിരുന്നത്, ഇന്നമാ ഹറമല്ലാഹു റിബ, പലിശ എന്ന് പറയുന്ന ഇടപാട് അല്ലാഹു തആല നിഷിദ്ധമാക്കി. ഒരുപാട് ആൾക്കാർ പണം മോഹിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങൾ മോഹിച്ചും പലിശക്ക് കൊടുക്കാറുണ്ട്, വാങ്ങാറുണ്ട്. എന്നാൽ പലിശ നിഷിദ്ധമാണെന്ന് അല്ല പറഞ്ഞത്. ചൂഷണ മാർഗം തെറ്റാണ്. പൊതുവെ പലിശ എല്ലാവരും എതിർക്കുന്നുണ്ട്. എന്തിനെ അല്ലാഹു തആല ഹറാമാക്കിയത്? അല്ലാ യതമാന അന്നാസുൽ മഅറൂഫ, ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും സഹായിക്കണം. ആ സഹായം എന്ന് പറയുന്ന സംഗതി തടയാതിരിക്കാനാണ്. പലിശ വന്നാൽ അനുവദിച്ചാലോ പരസ്പര സഹായങ്ങൾ ഉണ്ടാവില്ല, മുടങ്ങിപ്പോ. അത് മുടങ്ങാതിരിക്കണമെങ്കിൽ പലിശ നിഷിദ്ധമാക്കണം. അതാണ് അതിലെ ഹിക്മത്ത് എന്ന് മഹാൻ പറയുന്നു. വക്കാന മഅമർ റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, അസ്വാറുൽ മഅറൂഫ് വൽ ഇഹ്സാൻ വൽ യൗമ സുല്ലമൽ ലിസ്സുൽ, ഇന്ന് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നല്ല ചെയ്തു കൊടുത്താലും നന്മ ചെയ്തു കൊടുത്താലും അതൊക്കെ എന്തായി മാറുന്നുണ്ട്? ചീത്തക്കുള്ള ഒരു വകയായി, കോണിപ്പടിയായി മാറുകയാണ്. എത്രത്തോന്ന് ചോദിച്ചാൽ അത്താക്കാരനാസു ജനങ്ങൾ പറയുന്നുണ്ട്. എന്തേ പറഞ്ഞത്? ഇത്തഖി ശർറ മൻ തുഹ്സിനു ഇലൈഹി, നീ ആരിലേക്കാണോ നന്മ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ആ നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ പറ്റി നീ പേടിക്കണം, ആ വ്യക്തിയുടെ നാശത്തെ കുറിച്ച് നീ പേടിക്കണം. ആ വ്യക്തി ഷർറ് ചെയ്യും. നീ നന്മ ചെയ്യുന്ന ആൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്രയോ ആളുകൾക്ക് നീ നമ്മൾ നന്മ ചെയ്തു കൊടുക്കുന്നു. ആ നന്മൊക്കെ ചെയ്താലും അവൻ ഇങ്ങോട്ട് നന്മയല്ല ചെയ്യാ, നാശമേ ചെയ്യുള്ളൂ, ഷർറ് ചെയ്യുള്ളൂ. അപ്പൊ നന്മ ചെയ്തു കൊടുക്കുമ്പോ ആ ചെയ്തു കൊടുക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കുക, പേടിച്ചോ. നമ്മൾ വിചാരിക്കെന്താണ്, ഞാൻ തിരക്കടില്ല, ഞാൻ അവനൊക്കെ സഹായിക്കുന്നുണ്ട്, ഓന്നെ സഹായിക്കുന്ന ധാരണ നമുക്കുണ്ടാവും. പക്ഷേ ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്തൊക്കെ ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. കിട്ടുന്നിടത്തോളം വാങ്ങിക്കൂട്ടിയുടെ അവസാനം പുറം തള്ളും, എന്നിട്ട് അവനെ ഒറ്റപ്പെടുത്തും.
ഈ ചെയ്ത നന്മകൾക്കൊരു നന്ദിയുണ്ടാവില്ല, ഒരു സ്നേഹം കാണിക്കൂല. അതാണ് നാശത്തെ പേടിച്ചു പറഞ്ഞത്. കുല്ലുദാലിക്ക, ഇത് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ അതാതിന്റെ സ്ഥാനത്ത് വെച്ചിരുന്നത് ആ സ്ഥാനത്ത് ആ കാര്യം പുറത്തുപോയി. എന്തുകൊണ്ട്? അന്ത്യനാൾ അടുത്തത് കൊണ്ട് അല്ലെ. നന്മന്റെ വഴിക്ക പോകേണ്ടിയിരുന്നത്, അത് നന്മ ചെയ്യുമ്പോ ഇങ്ങോട്ടും നന്മ കിട്ടിയിരുന്നത്, പക്ഷെ തിന്മയായി. എന്താ കാരണം? അത് അതിൻ്റെതായിരിക്കുന്ന രീതി മാറിപ്പോവുകയാണ് ഇന്നത്തെ ലോകത്ത്. ലോകാവസാനം അടയാളം ആയി എന്ന് മനസ്സിലാക്കുക. ലോകം അവസാനിക്കാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഇതാണ് ഇതിനൊക്കെ കാരണങ്ങൾ. അക്കാലയൊക്കെ ഒരു മഹാൻ പറയുമായിരുന്നു. ആര്? മഅ്മർ റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ അഖ്ബൽ മഅറൂഫി, നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ആ നന്മയുടെ വടക്കിൽപ്പെട്ടതാണ് എന്ത്? അന്തുഹവിജ സായില, ചോദിച്ചു വരുന്ന ആളെ നീ ആവശ്യപ്പെടുത്തുക, ആവശ്യമുണ്ടാക്കി കൊടുക്കുക. എന്തിലേക്ക്? ഇലാ അൻ യസ്അല, അവൻ ചോദിക്കണം. വഹുവ യത്തരത്തിൽ ആ വ്യക്തി ഹജ്റു മിൻക, നിന്നെ പേടിച്ചുകൊണ്ടാ ചോദിക്കണത്. അപ്പൊ നിന്നെ പേടിച്ചുകൊണ്ട് ചോദിക്കണ രീതി നീ ഉണ്ടാക്കി കൊടുക്കുക ചോദ്യകർത്താവിന്. അത് നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ നീ നന്മ ചെയ്യുന്നുണ്ട് വടക്കാൻ നന്മയാണ്. കാരണം ആ നന്മ കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്ന എന്താണ്? പേടിയാണ്. ആ പേടി കൊണ്ടാണ് ആ വ്യക്തി ഒന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ അപകടമാണ്. പലായേജിയും അറൂഫുക്ക, പലായേജിയും അറൂഫുക്ക, അപ്പൊ നിന്റെ നന്മ വരൂല. ഹദ്റമാ ഖാസമിൽ ഹയാൽ, എന്ത്? നാണത്താൽ എത്രയാണ് തൂക്കമെങ്കിൽ ആ തൂക്കത്തിന് അനുസരിച്ചുള്ളൊരു കണക്ക് പ്രകാരം നിന്റെ നന്മ കിട്ടൂലല്ലോ, ഇല്ല. അപ്പൊ ഏറ്റവും മോശമായ രീതി അതാണ്. അപ്പൊ കാലല്ലാവൂല, അപ്പൊ ഏറ്റവും നല്ലതെന്താ? ആ തത്തവക്കത ഹാലാഹിക്ക, നിന്റെ സഹോദരന്റെ വിഷമം നീ ഇല്ലാതെയാക്കണം. എന്നിട്ട് തുറച്ചിലയിലേ മായ എത്താജു, എന്താണോ അവൻ ആവശ്യമുള്ള നീ കൊടുത്തയക്കണം. വലാത്തു ഹവ്വിജുവിനെ ആരെ ചോദിക്കേണ്ട ഒരു ആവശ്യം നീ അവന് ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങോട്ട് ചെയ്തു കൊടുക്കുക നന്മ, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ കാലിൽ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയുന്നു, നഹ്നു ലാ നഅദ്ദുൽ ഖർള ബിൽ മഅറൂഫി, കടം കൊടുക്കുക എന്നുള്ള ഒരു നന്മയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എന്താ കാരണം? അന്ന സ്വാഹിബു, കടം കൊടുത്ത വ്യക്തി യത്ലുബുൽ മുഖാബലത്തെ തിരിച്ച് ഇങ്ങോട്ട് പകരം ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ 10 രൂപയ്ക്ക് കടം തന്നാൽ ആ 10 രൂപ നിന്റെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു തരണം. അപ്പൊ തിരിച്ചിങ്ങോട്ട് കൊടുക്കണ്ടേ? അതൊരു നന്മയൊന്നും പറയാൻ മാത്രമൊന്നും പറ്റൂല എന്നാണ് ഫുളൈൽ തങ്ങളുടെ കാഴ്ചപ്പാട്. വഇന്നമൽ മഅറൂഫു വൽ മുസാമഹത്തു ലിന്നാസി ഫീ കുല്ലി മാ യത്ലുബൂനഹു മിൻക ഫി ദുനിയാ വൽ ആഖിറത്തി, ദുനിയാവുന്നാവട്ടെ ആഖിറത്തിലാവട്ടെ നിന്നോട് എന്ത് ജനങ്ങൾ ചോദിച്ചു വരുന്നുവോ അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒരു വിധി ചെയ്ത് കൊടുക്കണം, മാപ്പ് കൊടുക്കണം. നല്ല വിശാലമായ മനസ്സോടുകൂടി നന്മ ചെയ്ത് കൊടുക്കുക, അതാണ് നന്മ. അപ്പൊ നന്മ ചെയ്യുമ്പോ പോലെ ഇങ്ങോട്ട് ആശ്രയിപ്പിക്കുന്ന രീതിയോ ഓല് ഇങ്ങോട്ട് തിരിച്ചു തരുമോ എന്ന് ചിന്തയൊന്നുണ്ടാവാൻ പാടില്ല. ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കുക, വിശാലമായി കൊടുക്കുക. അപ്പൊ റഹ്മത്തുള്ളാഹി തആല യഖുൽ, മഹാന്റെ കാഴ്ചപ്പാട് എന്താണോ? റഹബൽ മഅറൂഫ്, നന്മയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ബഖിയത്തി തിജാറത്തു, ഇന്ന് കച്ചവടം ബിസിനസ്സൊക്കെ അവശേഷിക്കുന്നത്. യുഅതി അഹദുഹും ലിഅഖിഹി ശൈഅ, അപ്പൊ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ സഹോദരന് വല്ലതും കൊടുക്കും. എന്തിന്? ലി അജരി ഐ യുഅതിയു നദീറഹു, തുല്യമായി ഇങ്ങോട്ട് ഇവര് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കച്ചവടം ഉള്ളിപ്പെന്ന്, അപ്പൊ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടണം. ആ ഒരു രീതിയിലുള്ള കച്ചവടം എന്നല്ലാതെ നന്മ എന്നിപ്പോ കാണുന്നില്ല. അങ്ങ് പോയി എന്നാണ് ഉപര കാഴ്ചപ്പാട്. വളരെ ശരി തന്നെയല്ലേ? എന്ന് നന്മ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ വിരളമാണ്. ഓരോ മഹാന്മാർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടല്ലോ. ഈ മഹാൻ പറയുന്നത്, ആരാണോ ഇവിടെ ഹദിയ തന്നതെങ്കിൽ ആ തന്ന വ്യക്തിയോട് ആരെങ്കിലും മുക്കാഫാത്ത് നടത്തിയാൽ, മുക്കാഫാത്ത് തുലനമായി കൊടുക്കാതാണ്, അതുപോലെ ആക്കുക. അങ്ങനെ വരുമ്പോൾ പോവർ മുത്തഫിഫീൻ, അവരെന്താ? മുത്തഫിഫീൻ ആൾക്കാർ, അർത്ഥത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആൾക്കാർ, അതിൽപ്പെട്ട പാർട്ടിയാണ് ഇവർ. കാരണം ഹദിയ തന്ന ആളോട് അതുപോലെ മുക്കാഫാത്ത് നടത്താൻ ആർക്കൊണ്ട കഴിയ? അതിലേക്ക് അപ്പുറത്തന്നെ ഉണ്ടാവുക. അപ്പൊ കുറവ് വരും, അല്ലെങ്കിൽ കൂടുതൽ വരും. ഇങ്ങനെ അപകടം ഉണ്ടാവില്ലേ? അതാണ് വഹബ് ബിൻ മുനബ്ബഹിന്റെ കാഴ്ചപ്പാട്. വക്കാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ലാ യത്തിമുൽ മഅറൂഫു ഇല്ലാ ബി സലാസ ഖിസാൽ, 3 കാര്യം വേണം. ആ 3 കാര്യം ഉണ്ടെങ്കിലേ നന്മ പൂർണ്ണമാവുള്ളൂ. ഒന്നെന്താ? തഅജീലുഹു, സാധനം വേഗം കൊടുത്തു വിടുക. വതസ്ഗീറു ബി ഐനി മുഅ്തിഹി, ആരാണ് ഈ സാധനം കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് വളരെ ചെറുതായി തന്നിട്ടൊന്ന് കരുതണം. വലിയത് കൊടുത്തൊന്നും ഇരിക്കാൻ പാടില്ല, ചെറുതെ കൊടുത്തിട്ടൊന്ന് കാണണം. ഓ എപ്പോനാസി, ജനങ്ങളെ തൊട്ട് കൊടുക്കുമ്പോ അത് മറച്ചു കൊടുക്കണം, എല്ലാവരും കാണാൻ പാടില്ല.
അപ്പൊ കൊടുക്കല് വേഗാക്കിക്കോ, കൊടുക്കുന്ന ചെറിയ സംഖ്യ ഉണ്ടെന്ന് പറയാൻ മനസ്സിൽ കരുതുക, അതോടൊപ്പം തന്നെ ആരും കാണാൻ കൊടുക്കുക. ഇങ്ങനെയാണ്. അപ്പൊ കാനൽ മുഹല്ലബിനു അബി സുഫ്രത്ത മഹാൻ പറയുന്നത് യഖൂലു ലഖദ് അദ്റകന നാസ, ഞങ്ങൾക്ക് ജനങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് കണ്ടു. അയതുകും അവരിൽ ഒരാള് യദുഖുലു ദാറാഹി തന്റെ സഹോദരൻ വീട്ടിലേക്ക് പോകും. വായിബുൻ ആ വീട്ടിന്റെ ഉടമസ്ഥ അവിടെ ഉണ്ടാവില്ല, മറിഞ്ഞെവിടുക്കോ പോയിട്ടുണ്ടാവും. വയറസില്ലത്ത മംലു അത്തം വാക്കിയത്തൻ, അപ്പോൾ പഴം നിറച്ചു വെച്ചതായിരിക്കുന്ന ഒരു പാത്രം ആ മേശപ്പുറത്തോടെ വീട്ടിൽ കാണും. മിന്ന ഈ സഹോദരൻ അവിടെ കയറിയിട്ട് ആ വീട്ടിൽ നിന്ന് തന്റെ സ്വന്തം വീട്ടിൽ തിന്നും പോലെ അതിന് എടുത്ത് തിന്നും. യുഹാന്റൊക്കെ മിന്ന അതിൽ നിന്ന് വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇതിനും ഒരു സമ്മതം അല്ലാതെ കൊടുക്കും. ഇപ്പൊ എന്താ പറഞ്ഞറിയാം, ഇപ്പോ ഞാന് എന്റെ ഒരു കൂട്ടുകാരുണ്ട്, എന്റെ കൂട്ടുകാർ സിദ്ദീഖ് എന്നൊരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നു. സിദ്ദീഖ് ആ വീട്ടിലില്ല, വീട് അടച്ചു കൂട്ടേണ്ട യാതൊരു ആവശ്യമല്ല. അപ്പൊ ആ വീട്ടിൽ ഞാൻ തുറന്ന് ഞാൻ കയറുകയാണ്. വീട്ടിന്റെ ഉടമസ്ഥൻ അവിടെ അല്ല കേട്ടോ. ഞാൻ വീട്ടിനോട് കയറി ചെന്ന് നോക്കുമ്പോ ടേബിളിൽ നല്ല ഭക്ഷണം കാണുന്നുണ്ട്. ഇത് പഴന്ന പറഞ്ഞത് നല്ല ബിരിയാണി, നെയ്ച്ചോറ്, കഫ്സ പോലത്തെ ഒരുപാട് വിഭവങ്ങൾ മേശപ്പുറത്ത് കാണുന്നുണ്ട്. വീട്ടിന്റെ ഉടമ അവിടെ ഇല്ല, ആരുമില്ല. ഞാനത് അങ്ങനത്തെ എടുത്ത് കഴിച്ചു. എന്റെ കൂടുതൽ വേണ്ടവർക്കൊക്കെ കൊടുത്തും ചെയ്തു. ഇങ്ങനെ ചെയ്യും, ഇതൊരു പതിവായിരുന്നു. അതിന് ആക്ഷേപം ഉണ്ടാവും നോക്കുക. അങ്ങനെ പൈതാ ജാഹുഹു, അങ്ങനെ വീട്ടിലുടമക്കാരൻ അവന്റെ സഹോദരൻ വന്നാൽ അഖ്ബറഹു ഈ വിഷയമൊക്കെ പറയടാ, നിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ വേറെ സാധനമൊക്കെ തിന്നുകണ്, അത് കൊടുക്കുകയും ചെയ്യുന്നത് പറയും. അപ്പൊ എന്താ കൂട്ടുകാരൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഓരോ ചീത്ത പറയും, ശകാരിക്കും, ആട്ടിവിടും, കേസ് കൊടുക്കുന്നല്ലേ? അല്ല, ഫറഹബിദാലിക, ഇത് കേട്ടപ്പോ അതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഈ വീട്ടിൽ ഉടമസ്ഥനുണ്ടാകാം. ഇങ്ങനെയായിരുന്നു ഓലൊക്കെ ചെയ്തിരുന്നത്. വഖദ് കാന അലി മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, എന്താ പറയുക, അല്ല വഖദ് കാന അലി മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ, മഹാനവറുകൾക്കുണ്ടായിരുന്നു ബുഖുലും മർബൂത്തും മിൻ ദഗ്ലീസിഹി, തന്റെ താവളത്തിൽ കെട്ടിയിട്ടതായിരിക്കുന്ന ഒരു ഗോവർ കൈത ഉണ്ടായിരുന്നു. അങ്ങനെ വക്കാന കുല്ലും മനിഹ്താജ ഇലാ റുകൂബി അഖദഹുന, ആർക്കാണോ വാഹനമായി ഉപയോഗിക്കേണ്ടത് ആ വാഹനം ഉപയോഗിക്കുന്ന ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ വരും. വന്നിട്ട് ആ ഗോവർ കൈതയെ കഴിച്ചോല് കൊണ്ടുപോകും. റക്കിബവും ഓലെന്ത് ചെയ്യും, അതിന്റെ പുറത്ത് കൈ സവാരി തിരിച്ചു വരും. പിന്നെ ഒരു ഇസ്തിദാരി, ഒരു സംഭവം തോന്നില്ല. ഉടമസ്ഥനാരാ? മുഹമ്മദ് സീരിയ തങ്ങളാണ്. ഞാൻ ഇങ്ങനെ ഓവർ കൈതെ കൊണ്ടുപോകട്ടെ എന്നും ചോദിക്കൂല, സമ്മതെല്ലാം നേരെ കൊണ്ടുപോകും. എന്താ സമ്മതം ചോദിക്കാത്തത്? ലിമായ അലമൂന മിൻ സീബി നഫ്സിനിദാരിക്ക, ഇത്തരം കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് മുഹമ്മദ് സീരിന തങ്ങൾക്ക് നല്ല തൃപ്തിയാണ്, നല്ല സന്തോഷമാണ്. അതറിഞ്ഞത് കൊണ്ടാ എന്ത് ചെയ്യാത്തത്, സമ്മതം തേടം. അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മള് നല്ല കൂട്ടുകാരാകുമ്പോ നമ്മുടെ വീട്ടിൽ ബൈക്ക് ഉണ്ടാവും, കാറുണ്ടാവും, ചാവി അവിടെ ഉണ്ടാവും, ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതെടുത്ത് കൊണ്ടുപോയി അവ കൊണ്ടുവന്ന് വ്യക്തിക്ക് എന്ത് മനസ്സിലാവും, എന്റെ കൂട്ടുകാരെ തൃപ്തിയാണ്, അങ്ങനെ പതിവുകൾക്ക് അറിയാം, തൃപ്തിയാണ് എന്നറിഞ്ഞുകൊണ്ടാണെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ളത് മനസ്സിലാക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു പരസ്പര സഹായങ്ങളും അവിടെ ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നർത്ഥം. വകാന അബ്ദുല്ലാഹി ബിൻ മുബാറക് മാ ശിദ്ദത്തി വറൈഹി, അബ്ദുല്ലാഹി മുബാറക് നല്ല ശക്തരായ സൂക്ഷ്മശാലിയാണ്. അതുള്ളതോടുകൂടെ തന്നെ തന്റെ സഹോദരന്റെ സമ്മതമില്ലാതെ തന്റെ സഹോദരന്റെ മഷിക്കുപ്പിന്ന് മഷി എടുത്തിട്ട് എഴുതാറുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ അത്രയും സമ്മതം. സൂക്ഷ്മശാലിയാണ്, ഒരു തെറ്റും വരാതിരിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കുന്ന മാൻ പോലും തന്റെ കൂട്ടുകാരന്റെ സമ്മതമില്ലാതെ മഷി എടുത്ത് എഴുതിയെന്ന് പറയുമ്പോൾ അവിടെ സ്നേഹബന്ധം എത്രയാണ്, അവിടെ കുറ്റകരല്ല, അത് പറയുന്നതിനല്ല. അതെന്തുകൊണ്ടാണ്? മഹാനവറുകളുടെ ഇഷ്ടപ്രകാരം അവർക്കതൊക്കെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടാണ്. മുസ്ലിമിന് സിയാദ് റഹിമഹുല്ലാഹു തആല ഇലാ വലീമത്തിൻ വഅബത സുമ്മ അബ, പിന്നെ പറയാനുള്ളത് മുസ്ലിം സിയാദ് തങ്ങളെ ഒരു സദ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. എന്താ ഉണ്ടായത്? ക്ഷണിക്കപ്പെട്ട മുമ്പ് എന്ത് കാണിച്ചു, ഇനി എന്താ ഉണ്ടായത്, എന്താ കാരണമൊക്കെ മനസ്സിലാക്കാലോ. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം.